ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം തുടരുകയാണ്. ഡൽഹിയിലേക്കുള്ള 100 വിമാനങ്ങൾ വൈകി, 6 വിമാനങ്ങൾ റദ്ദാക്കി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കടുത്ത ശൈത്യതരംഗത്തിനാണ് ഉത്തരേന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എത്ര വിമാനങ്ങൾ റദ്ദാക്കുന്നു, വൈകുന്നു, അങ്ങനെ വിവരങ്ങൾ? അനുജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യതരംഗം അതിതീവ്രമായി തന്നെ തുടരുകയാണ്. ഈ മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗതയിൽ ശീതക്കാറ്റ് വീശുന്നതും ഇതിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നതിന് ഇടയാക്കുകയാണ്. ഇന്ന് ഡൽഹിയിലെ അന്തരീക്ഷ താപനില 7 ഡിഗ്രി സെൽഷ്യസായി താഴ്ന്നു. ഈ മൂടൽമഞ്ഞിനെ തുടർന്ന് 114 വിമാനങ്ങളാണ് ഡൽഹിയിൽ മാത്രം വൈകിയത്. ഇതിൽ 6 വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. റെയിൽ ഗതാഗതത്തെയും ഈ മൂടൽമഞ്ഞ് സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ദൃശ്യപരിധി അത് ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ 8 മണി വരെ അത് 0 ആയിരുന്നു. 8 മണിക്ക് ശേഷമാണ് സ്ഥിതി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നത്. ഏതായാലും അത്തരം സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. മറ്റൊന്ന്, ഈ വായു മലിനീകരണവും രൂക്ഷമായി ഉയരുകയാണ്. അതിൽ ഇന്ന് 400-ന് മുകളിലാണ് പലയിടത്തും ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ ഗ്രേപ്പ് 3 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുജ, ഉത്തരേന്ത്യയിൽ അതിശൈത്യ തരംഗം തുടരുന്നു. ഡൽഹിയിലേക്ക് 100 വിമാനങ്ങൾ വൈകി, ഒപ്പം തന്നെ 6 വിമാനങ്ങൾ റദ്ദാക്കി. ഇത് റെയിൽ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നതാണ് അച്യുതൻ നൽകിയ വിവരം.